ഫാമിലി ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചേട്ടൻ എന്താണ് ഇവിടെ കണ്ടത്? ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ പുള്ളി വീഴുന്നില്ല, ഓടയുടെ മറുഭാഗത്ത് ആ മതിലിൻ്റെ അവിടെ ഞാനും ഞങ്ങളെന്തായാലും പോട്ടർമാർ നിൽക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് ഈ വെള്ളത്തിലിറങ്ങി ചവറ് വാരി ഈ വെള്ളം കൂടുന്നതോടെ അയാളെ കയറിക്ക് കയറാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് അയാൾ നിരസിക്കുകയായിരുന്നു. പകരം ഇയാൾ ഇടതുവശം വരാൻ പകരം വലതുവശം വഴി പോയി. വലതുവശം വഴി പോയപ്പോൾ ഒഴുക്ക് ആ ഭാഗത്തോട്ട് അടിച്ച് ഇയാളെ അടിയിലോട്ട് കൊണ്ടുപോയി. വലതുവശം എന്ന് പറഞ്ഞാൽ ആ ഭാഗം ചേർന്നാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇറിഗേഷനും കോൺട്രാക്ടും കോർപ്പറേഷനും ഏറ്റെടുക്കണം. ഇയാൾ മരണപ്പെട്ടത് കൂടെ ആരും ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല. അയാൾക്ക് നിയന്ത്രണം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ കോൺട്രാക്ടറുടെ അസിസ്റ്റന്റ്. ഇയാൾക്ക് സുരക്ഷിത ഒരുക്കാത്ത ഈ ഇറിഗേഷനും കോർപ്പറേഷനും വാർഡും നിയന്ത്രിക്കുന്ന ആളും കോൺട്രാക്ടറും ഈ മരണത്തിന് സമാധാനം പറയും. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇവിടെ മുഴുവൻ ഇതുപോലെ വേസ്റ്റ് ഇങ്ങനെ കൂടി കിടപ്പുണ്ട്, അവിടെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്, അപ്പൊ ഇത് അങ്ങോട്ട് പോവില്ല. അവിടെ വേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ വെള്ളം അടിയിൽ ചെളിയാണ്. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഈ വെച്ചിരിക്കുന്ന നെറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് പോലെയാണ്. ഇത് തീരുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ 2.5-3 അടി താഴ്ചയിൽ വെറും പ്ലെയിൻ ആയിട്ട് ഇപ്പോൾ അതിന്റെ അടിയിൽ കൂടെ ചവറ് പോകാനുള്ള സംവിധാനമുണ്ട്. ഇത് കോൺട്രാക്ട് ഏറ്റെടുക്കുന്ന ആള് നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നെറ്റ് താന്നു നിൽക്കും. അവിടെ ആ ഭാഗത്തല്ലേ ഇപ്പൊ അവര് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ഭാഗത്ത് അവിടെ ഒരു മതിലുണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് അതിന്റെ അടിയിൽ കൂടെ പോകാനുള്ള സാധ്യത ഉണ്ടോ? ആ പോലെ ഒരു ഹോളാണ്. അതായത് ബ്രിട്ടീഷുകാരന്റെ കാലഘട്ടത്തിൽ കെട്ടിയിട്ടുള്ളതാണ്. അതിങ്ങനെ നീളത്തിന് അങ്ങേറ്റം വരെ സെക്കൻഡിന്റെ അവിടെ ആമയിഴഞ്ചാൻ തോട്ടിപ്പോ എത്തും. ഈ ചവർ അങ്ങോട്ട് പോയിരിക്കാനാണ് നെറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷെ നെറ്റ് വെച്ചിരിക്കുന്നത് വളരെ താഴ്ചയിലല്ല, ഉയർന്നാണ് നിൽക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം. അല്ലല്ല, അവിടെ ആ ഭാഗത്ത് ഇവര് നോക്കുന്നിടത്ത് ഫുള്ള് ചെളിയൊക്കെയാണോ? അവരുടെ അകത്ത് ചവർ ഡമ്പായി നിൽക്കുകയാണ്. അത് മാറിയാൽ മാത്രമേ വെള്ളക്കെട്ട് ഒഴിവായി സുലഭമായിട്ട്. അത് മാത്രം ആ ഹോള് വലുതാക്കിയാൽ മാത്രമേ ഫ്രീ ആയിട്ട് വെള്ളം പോകും. നിങ്ങളിവിടെ നിൽക്കുന്ന ആളും പിന്നെ ഇവിടെയൊക്കെ കാണുന്ന ആളും കൊണ്ട് ചോദിക്കുകയാണ്, ഇവിടെ ഈ അല്ലാത്ത സമയത്ത് ഈ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് അവിടെ ഫുള്ള് ചെളിയും മറ്റുമൊക്കെ ആണോ, അതോ ചവർ വന്ന് അങ്ങനെ നിൽക്കും, അവിടെ തന്നെ അങ്ങനെ നിന്നങ്ങ് താരം. അത് സുലഭമായി മാറുകയാണെങ്കിൽ ഈ വരുന്ന വെള്ളം ഓടി അങ്ങ് പോകും. അപ്പോൾ ഈ ഗോപിന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് വെച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്ത് ചെളിക്കെട്ടാണ്. അപ്പോൾ ഒരു പക്ഷേ മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തോട്ട് പോകാനുള്ള സാധ്യത വളരെ, കാരണം ഈ റെയിൽവേ ട്രാക്കിന്റെ അടിയിലുള്ള ആ ഭാഗത്തേക്ക് ഈ ചവറുകളെല്ലാം കൂടി വന്ന് ഡംപ് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയില്ല. ഈ ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും ഈ അപകടത്തിൽപ്പെട്ടയാൾ ഉണ്ടാവുക. ഈ ചവറിന്റെയോ ചെളിയുടെയൊക്കെ ഇടയിൽ ആ ഭാഗത്ത് പുതഞ്ഞിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക.